കോലാലംപൂരിൻ്റെ ഏറ്റവും ഭംഗിയുള്ള മ്യൂസിയം ടെക്സ്റ്റൈൽ നഗാറാണ് പറയുന്നത്. നാഷണൽ ടെക്സ്റ്റൈൽ മ്യൂസിയം കണ്ടോ? കോലാലംപൂരിലെ മസ്ജിദ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ്. ഇവിടെയൊക്കെ വന്നവർക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ പുതുതായിട്ടുണ്ടാക്കിയ ബിൽഡിങ്ങാണ് ആ കാണുന്നത്. പുതുതായിട്ടുണ്ടാക്കി ഇതാ കാണുന്ന മെയ്ബാങ്കിൻ്റെ ബിൽഡിംഗ് ആ കാണുന്നത്. കാണിച്ചു കാണുന്നില്ലേ? മെയ്ബാങ്കിൻ്റെ സ്വന്തം ബിൽഡിങ്ങാണ്. മെയ്ബാങ്കുകളുടെ സ്വന്തമായിട്ടുള്ള ബിൽഡിങ്ങാണ്. പിന്നെ മലേഷ്യൻ്റെ ഫ്ലാഗ് ഡത്താറാൻ മിർഡേക്ക, ഇവിടേക്ക് പറയാം ഡത്താറാൻ മിർഡേക്കാണ്. ഇവിടെയാണ് നമ്മൾ ആഗസ്റ്റ് 15 നമ്മളെ നാട്ടിലുണ്ടാകും പോലെ ഇവിടെ ആഗസ്റ്റ് 31 ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ആഗസ്റ്റ് 31. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗസ്റ്റ് 15 നമ്മൾ പറയുന്നത് അവരെന്ത് പറയും? മിർഡേക്ക എന്നാണ്. സ്വാതന്ത്ര്യ നാളിന് അവർ മിർഡേക്ക എന്നുണ്ട്. അവരങ്ങനെ ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കി. കാരണം നമ്മളെ വണ്ടി ബൈക്കായതുകൊണ്ട് പിന്നെ എവിടെയും പാർക്ക് ചെയ്യാനുണ്ട്. പിന്നെ നോമ്പൊക്കെ ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമ്മളെ റോങ് സൈഡിൽ പാർക്ക് ചെയ്താലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പോലീസുകാർ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. കാരണം നോമ്പിന് ഒരു പ്രത്യേക ഒരു പരിഗണന ഉണ്ട്. ഹെൽമെറ്റ് വെച്ചിട്ട് പോകണം. എങ്കിലും കൂടി ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിലും അവർ ചിലപ്പോൾ നമ്മളിങ്ങനെ ഒരു ചെറിയൊരു സഹകരണം ഉണ്ടാവും നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഹെൽമെറ്റ് വെക്കണ്ട എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. ഹെൽമെറ്റ് നിർബന്ധമായിട്ടും വെക്കണം. അത് നമ്മളെ സേഫ്റ്റിക്കാണ്. ഇതേപോലെ ബസ് യാത്രക്കാർക്ക് ടൂറിസ്റ്റുകൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ്. 60 രൂപയാണ് എൻ്റെ ഓർമ്മ. ഞാൻ 60 രൂപയാണ് വിചാരിക്കുന്നത്. അതിൽ കയറി കഴിഞ്ഞാൽ ഓരോ പോയിന്റിലും അവർ കൊണ്ടുപോയി നിർത്തി ഇങ്ങനെ കാണിച്ചു തരും. അതിൽ അനൗൺസ്മെൻ്റ് ഉണ്ട്. ഈ പെട്ടെന്നൊക്കെ വന്ന് പോകുന്നവർക്ക്, അതായത് ഒരു ദിവസം 2 ദിവസത്തിനൊക്കെ മലേഷ്യ കാണാൻ വരുന്നവർക്ക് സിറ്റി ടൂർ അതുപോലത്തെ ബസ് എടുക്കലായിരിക്കും നല്ലത്. മനസ്സിലായില്ലേ? ആ ബസ് എടുത്താൽ അത് ബുക്കിറ്റ് ബിന്താങ് എന്നാണ് എടുക്കേണ്ടത്. എവിടെ നിന്നാണ്? ബുക്കിറ്റ് ബിന്താങ്. അവിടെ നിന്നാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ്. ലാസ്റ്റ് അവസാനിക്കുക അവിടെ തന്നെയാണ്. പിന്നെ ദേവാൻ ഭണ്ഡാറായ കോലാലംപൂർ എന്ന് കണ്ടോ? അത് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അതിൻ്റെ ബിൽഡിങ്ങാണ്. മുനിസിപ്പാലിറ്റിൻ്റെ ആ കാണുന്നത് മുനിസിപ്പാലിറ്റി. എനിക്ക് അറിയുന്നത് ഞാൻ വിവരിച്ചു തരാം. ആളുകൾ മലേഷ്യയെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ഉപയോഗപ്പെടും. പിന്നെ KWSP എന്നുള്ളത് ഇൻകം ടാക്സ് ഓഫീസാണെന്നാണ് എൻ്റെ അറിവ്. അതിന് ഞാൻ എന്തെങ്കിലും KWSP അത് ഇൻകം ടാക്സ് ഓഫീസ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് UOB, അതായത് യുണൈറ്റഡ് ഓവർസീസ് ബാങ്ക്, ആ ബാങ്ക്. പിന്നെ പറഞ്ഞ റൂമ പെർസത്വാൻ കോലാലംപൂർ. ഇത് കണ്ടോ? റൂമ. ഇത് മറ്റേ എന്താണ്? രജിസ്ട്രാർ ഓഫീസ്. രജിസ്ട്രാർ അതായത് നമ്മളെ വീട് അല്ല സ്ഥലത്തിൻ്റെ ലാൻഡിൻ്റെ രജിസ്ട്രേഷൻ ഓഫീസല്ലേ? ലാൻഡ് രജിസ്ട്രേഷൻ ഓഫീസ്. അത്രയ്ക്ക് എനിക്ക് അറിയുള്ളൂ കേട്ടോ. പിന്നെ ഈ ബിൽഡിങ്ങിന് ഒരു പേരുണ്ട്, എനിക്ക് ഓർമ്മ കിട്ടാത്തതുകൊണ്ടാണ്. ഈ ബിൽഡിങ്ങിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല. ഞാനിത് ഉദ്ദേശിച്ചല്ല, പക്ഷേ ഞാൻ പോകുന്ന വഴിയിൽ നല്ല വഴി ഇതൊക്കെ എപ്പോഴും നമ്മൾ കാണുമ്പോൾ, ഞാനിവിടെ കുറേ വർഷങ്ങളായില്ലേ, അതുകൊണ്ട് തന്നെ എനിക്കിത് ഒരു ഇതല്ലാത്തതുകൊണ്ട് എന്താ പറയുക, ശേഷം എനിക്ക് തോന്നി ഇതൊന്ന് നിർത്തി നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന്. ആഗ്രോ ബാങ്ക് ഈ സൈഡിൽ ആഗ്രോ ബാങ്കുകളുടെയൊക്കെ ഒരു നമ്മളെ പത്ത് പറഞ്ഞ കന്നിമാസം. ഈ ബിൽഡിങ് 1 MDB. ഈ ബിൽഡിങ്ങിൻ്റെ പേര് 1 MDB. മെയ് ബാങ്ക് എന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ. കാണാണ്ട് മെയ് ബാങ്കിന് കാണാണ്ടോ? മെയ് ബാങ്കിൻ്റെ പുതിയ ബിൽഡിങ്ങാണത്. മറ്റേ നേരത്തെ കളിച്ചത് വേറെയാണ്, അത് വേറെ ബിൽഡിങ്. 2 ബിൽഡിംഗ് ഉണ്ട് ഇപ്പോൾ മെയ് ബാങ്കിന് കാണാണ്ട്. പക്ഷേ ആ ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള ആ കാലം കണ്ടത് 1 MDB. അതായത് ഡാത്തോ നജീബ് പ്രധാനമന്ത്രിയായ സമയത്ത് ഉണ്ടാക്കിയ ബിൽഡിങ്ങാണ്. പിന്നെ മലേഷ്യൻ്റെ ഫ്ലാഗിന് ഇവർ പറയുക ബണ്ടീറ. മലേഷ്യ ബണ്ടീറ എന്ന് പറയാം. നമ്മളെ കൊടി എന്ന് പറയുന്നതിന് അവർ ബണ്ടീറ എന്ന് പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചെറിയ പാകപ്പഴവുകളൊക്കെ ഉണ്ടാവും. ക്ഷമിച്ചല്ലേ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ? എന്നെ വന്ന് തല്ലാൻ പറ്റുമോ? ഞാനൊരു വെറുതെ. ശരി എന്നാൽ ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് ഞാൻ പോകട്ടെ.